ഞാനിപ്പോൾ നിൽക്കുന്നത് ഇലന്തൂരിലെ കപ്പപ്പാടത്താണ്. ഒരു കാലത്ത് നെല്ലും മറ്റ് പച്ചക്കറികളും വിളഞ്ഞിരുന്ന ഈ മണ്ണിലിപ്പോൾ കപ്പകൃഷിയുടെ വസന്തമാണ്. കർഷകരുടെ കഠിനാധ്വാനവും ഒപ്പം അനുകൂല കാലാവസ്ഥയും ഒത്തുചേർന്നപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ തന്നെ പ്രധാന കപ്പ ഉൽപാദന കേന്ദ്രമായി ഇലന്തൂർ മാറിക്കഴിഞ്ഞു. കൃഷിനാശവും തൊഴിലാളിക്ഷാമവും മൂലം പരമ്പരാഗത കൃഷികൾ ലാഭകരമല്ലാതായപ്പോഴാണ് ഇവിടുത്തെ കർഷകർ കപ്പ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഇലന്തൂർ ബ്ലോക്ക് പടിഭാഗം മുതൽ പരിയാരമേല വരെയുള്ള 13 ഏക്കറിലധികം സ്ഥലത്ത് ഇന്ന് കപ്പ കൃഷി സജീവമാണ്. കൃഷി നല്ല വിജയമാണ് നമുക്കുള്ളത്. അതാത് സമയത്ത് നമ്മൾ പറിച്ച് അതാത് സമയത്ത് നമ്മൾ ഉടനെ തന്നെ പുറകെ കപ്പയിട്ട് പോവുകയാണ്. അതിന് രാസവള ഐറ്റങ്ങൾ കുറവാണ്. ഈ ജൈവവള ഐറ്റങ്ങളാണ് നമ്മൾ കൂടുതൽ ഇതിന് ഉപയോഗിക്കുന്നത്. അവർ വിൽപ്പന 50 രൂപ, നമുക്ക് മൂടിൻ്റെ അനുസരിച്ച് തരുന്നത്. നമുക്ക് കൂടി എന്നാൽ 30 രൂപ അല്ലെങ്കിൽ 35 രൂപ അതേ കണക്ക് നമ്മൾ വെട്ടി തൂക്കി കൊടുക്കുമല്ലോ. മൂട് ആവറേജ് ഒരു കണക്ക് നോക്കി വെച്ചാൽ അവർ പിഴുതുകൊണ്ട് പോകുന്നത്. ആവർത്തന കൃഷി ഇവിടുത്തെ കപ്പയുടെ ഗുണമേന്മയെ ബാധിക്കാറില്ല. കപ്പയ്ക്ക് വളമിടുന്നതിനും ഇവർക്ക് ഒരു രീതിയുണ്ട്. കറുത്തവിളക്ക് എന്ന് പറയുന്നത് ഒരു മാക്സിമം ഒരു 14 മാസം വരെ കിടന്നാലും നമുക്ക് നല്ല വേവായി കപ്പ. നമുക്കൊരു 10 മാസം തൊട്ട് 14 മാസം വരെ നല്ല വേവിൽ തന്നെ കപ്പ കിട്ടും. നമ്മളിപ്പോൾ അപ്പുറത്തെ ഭാഗത്തെല്ലാം പറിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ പറിച്ച് തീരാറ്. ഇനിയിപ്പോൾ ഈ ഒരു തറയോടെ ഉള്ളൂ, ഇനി അത്ര ഉള്ളൂ. ബാക്കി പറിച്ചുകൊണ്ടിരിക്കുക. പറിച്ച് ഞങ്ങൾ അപ്പുറത്ത് ഇനി കാലം ഒരുക്കൊണ്ടിരിക്കുക, കപ്പത്തട്ടി ഉണി ഓടിച്ചുകൊണ്ടിരിക്കുക കൃഷി ഇറക്കാൻ വേണ്ടി. കൃഷി നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിലും കാട്ടുപന്നി ശല്യമാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. കാട്ടുപന്നിക്ക് രണ്ട് വലയിട്ട് പിന്നെ 2-3 സൈസ് വലയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തകിടും വെച്ച് ചീനിക്കമ്പ് നാട്ടി ഇങ്ങനെ വെച്ചിരിക്കുക. എന്നാലും മിനിഞ്ഞാന്നും കയറി. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും കപ്പ കൃഷിക്ക് സർക്കാർ ആനുകൂല്യമൊന്നും ലഭ്യമാകുന്നില്ല എന്നതാണ് പ്രധാന വിഷമം. മണ്ണിൽ അധ്വാനിക്കാൻ ഇവിടുത്തെ കർഷകർക്ക് മടിയില്ല. ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം മണ്ണറിഞ്ഞ് പണിയെടുക്കുമെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത്. അതിനനുസരിച്ച് പ്രതിഫലവും ഇവർക്ക് കിട്ടുന്നുണ്ട്. ക്യാമറമാൻ രതീഷ് മൺബേശ്വലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.